എൻ്റെ ലൈഫിലൊരു കോർ മെമ്മറിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പലർക്കും ഇതൊരു വലിയ കാര്യമായി തോന്നില്ല. ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അഖിലിനോട് പറഞ്ഞപ്പോൾ അഖിൽ എന്നോട് ചോദിച്ചു ഇതൊക്കെ വീഡിയോ ആക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാ മുത്തേ ഞാൻ ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞ് നടക്കണേന്ന്. ഈ പോസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഞാനത് ഇങ്ങനെ തുറക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലുള്ളത് എൻ്റെ PR കാർഡാണ്. നാട്ടിലെ 2 മാസ്റ്റേഴ്സും പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് ലൈഫിൽ എല്ലാവർക്കും വരുന്ന പോലെ ഒരു ക്രൈസിസ് ടൈം വന്നപ്പോൾ എന്നാൽ ഇനി ഉപരിപഠനമാകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് കാനഡയ്ക്ക് വന്ന ഒരാളാണ് ഞാൻ. ഇത്രയും പഠിച്ചത് പോരെ മോളെ, കല്യാണമൊന്നും കഴിക്കാൻ ഉദ്ദേശമില്ല അല്ലേ? മോളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി എന്താ പ്ലാൻ? ലൈഫ് ഇങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ. പിന്നെ ഞാൻ കാനഡയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ സാധാരണ എല്ലാ നാട്ടിലും കാണുന്ന പോലെ കുറച്ച് പിന്തിരിപ്പന്മാർ. പക്ഷെ ഇതൊക്കെ മറികടന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന നമ്മുടെ പാരൻസ്. ആൻസിയും പോയി പഠിക്കട്ടെ എന്ന് കരുതി എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ കാനഡയ്ക്ക് വിട്ടു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഒരു കോഴ്സേ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കോഴ്സ്, 1 കൊല്ലത്തെ വർക്ക് പെർമിറ്റ്. സോ ഈ 1 കൊല്ലത്തെ കോഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് അറിയില്ല എനിക്ക് ഈ PR 1 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് കൊണ്ട് നേടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ശുഭാപ്തി വിശ്വാസം അതാണല്ലോ മെയിൻ. അങ്ങനെ ആ 1 കൊല്ലത്തെ വർക്ക് പെർമിറ്റിൽ നമ്മൾ നന്നായി അധ്വാനിച്ചു. ഇനി എങ്ങാനും PR കോള് വന്നില്ലെങ്കിൽ ഫ്രഞ്ച് വഴി PR നമുക്ക് നേടാമെന്ന് കരുതി ഫ്രഞ്ചും പഠിച്ചു. അങ്ങനെ ഞാനും എൻ്റെ CR സ്കോർ കാൽക്കുലേറ്റ് ചെയ്തു. മാസ്റ്റേഴ്സും പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 520 പോയിന്റ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഈ ആൻസി അറിയുന്നില്ല 20 ദിവസങ്ങൾക്ക് ശേഷം ആൻസിക്ക് PR ഇൻവിറ്റേഷൻ വരുന്നത്. ഇതൊരു അപ്രീസിയേഷൻ പോസ്റ്റ് ആണെന്ന് കൂടി പറയാം. കാരണം എന്നെ ഈ PR പാത്വേയിൽ സഹായിച്ച ഒത്തിരി നല്ല മനസ്സുകളുണ്ട്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയും ഓക്കെ ആൻസിയുടെ വോട്ട് ഓഫ് താങ്ക്സ് ആണെന്ന്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ ആരും കാണാത്തതും എന്നാൽ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത, ഇതൊക്കെ നേടാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും, എൻ്റെ വീട്ടുകാർക്കും, എൻ്റെ കൂടെ നിന്ന എൻ്റെ കൂട്ടുകാർക്കും, എൻ്റെ വെൽവിഷേഴ്സിനും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു സീനാണ്. ആ ആവേശം നിങ്ങൾ കണ്ടോ കാനഡയ്ക്ക് വരാനുള്ള?